റെഡ് ഐ എന്ന ഒരു പ്രതിഭാസമാണ് നമ്മൾ അടുത്ത ടൂളിലൂടെ പരിഹരിക്കാൻ പോകുന്നത്. റെഡ് ഐ എന്ന് ഉദ്ദേശിക്കുന്നത് ചില ഫോട്ടോഗ്രാഫിക് രീതികളിൽ ചില സന്ദർഭങ്ങളിലെല്ലാം ഫോട്ടോ എടുക്കുമ്പോൾ ആ ഫോട്ടോയ്ക്ക് അതിന്റെ കണ്ണ് ചുവന്നിരിക്കുന്ന ഒരു ഇഫക്റ്റ് നമ്മളിവിടെ ചിത്രത്തിൽ കാണുന്നത് പോലെയുള്ള ഒരു ഇഫക്റ്റ് ഉണ്ടാവാം. ഇത് ഇരുട്ടുമുറിയിൽ വെച്ചിട്ട് ഫ്ലാഷ് ചെയ്ത് ഫോട്ടോ എടുക്കുമ്പോഴൊക്കെ മറ്റൊക്കെയാണ് ഇതുപോലെയുള്ള സംഗതികൾ ഉണ്ടാവാറ്. ഇരുട്ടിലെ ഫ്ലാഷ് ലൈറ്റ് ഉപയോഗപ്പെടുത്തി ഫോട്ടോ എടുക്കുമ്പോഴൊക്കെയാണ് ഇങ്ങനത്തെ ഇഫക്റ്റുകൾ വരിക. ഈ ഫോട്ടോയിൽ കാണുന്നത് പോലെയുള്ള ഒരു ഇഫക്റ്റ് ഉണ്ടാവും. അതുപോലെ തന്നെ ഇതുപോലെ കണ്ടാവും, കണ്ണില് ചുവന്ന ഒരു കളർ കയറി വരുന്ന ഇഫക്റ്റ് ഉണ്ടാവും. ഇതുപോലെയുള്ള ഇഫക്റ്റുകളൊക്കെയാണ് ഈ എന്താ പറയാ റെഡ് ഐ എന്ന് പറയുന്നത്. ഫോട്ടോഷോപ്പ് വളരെ വിദഗ്ധമായ ഒരു ടൂള് അത് പരിഹരിക്കാനായിട്ട് നമുക്ക് തരുന്നുണ്ട്. വളരെ ഈസിയാണ് അത് പ്രയോഗിക്കാനും. അതായത് റെഡ് ഐ നമ്മളിവിടെ ഈ കാണുന്ന സ്പോട്ട് ഹീലിംഗ് ടൂളിന്റെ, അതായത് ചിത്രം കറക്ഷൻ ടൂളിന്റെ ലാസ്റ്റ് ആയിട്ട് കാണുന്ന ഒരു ടൂളാണ് റെഡ് ഐ ടൂള്. കീബോർഡിൽ ജെ എന്ന് പ്രസ് ചെയ്യുക, അല്ലെങ്കിൽ ഷിഫ്റ്റ് ജെ പ്രസ് ചെയ്ത് കൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ടൂള് ലഭിക്കുന്നതാണ്. ഓക്കെ, ഇതിൽ റൈറ്റ് മൗസ് ബട്ടൺ അമർത്തിക്കൊണ്ട് ഇങ്ങനെ സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ടൂള് സെലക്ട് ചെയ്തതിന് ശേഷം ചിത്രഭാഗത്ത് ചിത്രത്തിന്റെ കണ്ണില് ഒരു ക്ലിക്ക് കൊടുക്കുക. രണ്ടാമത്തെ ക്ലിക്ക് വേണ്ട, ഒറ്റ ക്ലിക്ക് കൊടുക്കുക. അത് കറക്ഷൻ ആയിരിക്കും കേട്ടോ. ഇങ്ങനെ ആയപ്പോൾ കണ്ണ് കറക്റ്റ് ആയി. അതുപോലെ തന്നെ ഇവിടെയും ഒരു ക്ലിക്ക് കൊടുക്കുക, അതിനുശേഷം ഇവിടെ ഒരു ക്ലിക്ക് കൊടുക്കുക. ഒറ്റ ക്ലിക്കിൽ തന്നെ റെഡ് ഐ കറക്റ്റ് ചെയ്യപ്പെടുന്നു എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഒറ്റ ക്ലിക്ക് ആൻഡ് ഹിയർ വൺ ക്ലിക്ക്. കൂടുതലായിട്ട് ഇതിലൊന്നുമില്ല, ഒരു ഓപ്ഷൻസുകളൊന്നുമില്ല. പീപ്പിളിന്റെ സൈസ്, അതുപോലെ തന്നെ ഡാർക്ക് ആൻഡ് എമൗണ്ട് എത്രമാത്രം കറക്കണം എന്നുള്ളത് 50% കറക്കണം എന്നുള്ളതാണ്. ചില കണ്ണുകൾക്ക് ഒരു 100% കറുപ്പ് ആവശ്യമാണെന്ന് വരികയാണെങ്കിൽ, ഈ കണ്ണ് ഒരു പൂച്ചക്കണ്ണ് പോലത്തെ കണ്ണാണ്, അപ്പോൾ കുറച്ചുകൂടി കറുപ്പ് വേണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഈ ഡാർക്ക് എമൗണ്ട് എന്നുള്ളത് 50% എന്നുള്ളത് കുറച്ചുകൂടി വർദ്ധിപ്പിച്ചു കൊടുത്തതിന് ശേഷം ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പൊ കുറച്ചുകൂടി ഡാർക്കായിട്ട് കണ്ണ് നമുക്ക് ഡാർക്കായിട്ട് ലഭിക്കുന്നതാണ്. പ്രാക്ടീസ് ചെയ്ത് നോക്കുക.